അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ജുമുഅക്ക് മുമ്പ് ഒരു സഹോദരി സഹായാഭ്യർത്ഥനയുമായി പള്ളിയിലേക്ക് വന്നു. വലിയ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, സഹായിക്കണം, പള്ളിയിൽ വരുന്ന ആളുകളോട് എന്നൊന്ന് സഹായിക്കാൻ വേണ്ടി പറയണം. 3 ചെറിയ കുട്ടികളുണ്ട്. ഭർത്താവ് നോക്കുന്നില്ല, ഭർത്താവ് ചെലവിന് നൽകുന്നില്ല, കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പോലുമുള്ള സാമ്പത്തികമില്ല. ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന സമയത്തെല്ലാം അയാൾ എന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ്, അടിക്കുകയാണ്, സംശയരോഗമാണ്, ഓരോന്ന് പറഞ്ഞ് ഓരോ ആളുകളുടെ പേര് പറഞ്ഞ് നിരന്തരം എന്നെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ സഹോദരി പറയുന്നത്. മാത്രമല്ല, ഭർത്താവിനും വേറെ ചില അവിഹിത ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് താൻ ഭർത്താവിനോടൊപ്പമല്ല ഇപ്പം നിലവിൽ താമസിക്കുന്നത്. എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. സഹോദരിയുടെ വീട്ടിലും സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല. എനിക്ക് 3 ചെറിയ കുട്ടികളാണുള്ളത്. ഈ കുട്ടികൾ പലപ്പോഴും പറഞ്ഞാൽ അനുസരിക്കില്ല, ഒതുങ്ങി നിൽക്കില്ല. ചെറിയ കുട്ടികളല്ലേ, കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കും, ചിലപ്പോൾ വീട്ടിനകത്ത് ഓടിക്കളിക്കും, ശബ്ദമുണ്ടാക്കും. ഇതൊന്നും എൻ്റെ സഹോദരിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള ക്യാഷ് ഇല്ല, അതിന് അഡ്വാൻസ് കൊടുക്കാനുള്ള ക്യാഷൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കുട്ടികൾക്കുള്ള ചെലവിന് പോലും, അവർക്കുള്ള ഭക്ഷണത്തിന് പോലുമുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പിന്നെ ഈ കുട്ടികളെ എവിടെയെങ്കിലും ആക്കിയിട്ട് ജോലിക്ക് പോകാനും കഴിയില്ല. കാരണം ചെറിയ കുട്ടിയാണ്. ആ സഹോദരിയുടെ കൂടെ 2 കുട്ടികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒന്ന് ചെറിയൊരു കുട്ടിയാണ്, പിന്നെ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പിന്നെ വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇന്ന് സ്കൂളിൽ പോയതാണ് എന്നൊക്കെയാണ് ആ ഒരു സഹോദരി പറഞ്ഞത്. ഏതായാലും ജുമുഅയുടെ മുമ്പായിരുന്നു, അപ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല, വേറെ ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ജുമാക്ക് മുമ്പ് പ്രസംഗത്തിനിടെ ഈ ഒരു സഹോദരിയുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നു. പല ആളുകളും അവരെ കഴിയുന്നത് പോലെയൊക്കെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, അപ്പം നിങ്ങൾ ഭർത്താവ് നിങ്ങളെ നോക്കുന്നില്ല എങ്കിൽ, ഭർത്താവ് നിങ്ങളെ മർദ്ദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയിൽ ഇക്കാര്യം ബോധിപ്പിച്ചൂടെ? കമ്മിറ്റി ഇടപെടില്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തൂടെ? ഭർത്താവ് മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ചെലവിന് തരുന്നില്ല, ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. അത് പെട്ടെന്ന് പരിഹാരം ഉണ്ടാവുമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല? അതല്ലെങ്കിൽ നിങ്ങളുടെ മഹല്ലിൽ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു പരാതി പറയുന്നില്ല? മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്ക് പോലും താമസിക്കാൻ, നിങ്ങൾക്ക് ഒരു വീടിന് വാടക കൊടുക്കാൻ പോലും കഴിയില്ല, കുട്ടികളുടെ ചെലവിന് പോലും നിങ്ങൾ വലിയ പ്രയാസപ്പെടുന്നു. അപ്പം നിങ്ങളുടെ മഹല്ലിൽ ഈ ഒരു സംഭവം അവതരിപ്പിച്ചാൽ, മഹല്ല് എന്തായാലും ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പരിചയമുള്ള മഹല്ല് തന്നെയാണ്. അപ്പോൾ അവർ എന്തെങ്കിലും ഒന്ന് സഹായിക്കാതിരിക്കില്ലല്ലോ. വലിയ കുഴപ്പമില്ലാത്തൊരു മഹല്ല് തന്നെയാണ്, ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മഹല്ല് തന്നെയാണ്. അപ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പെട്ടെന്നൊന്നും അങ്ങനെ നടക്കില്ല. കാരണം ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് ഇയാളോടൊപ്പം പോയതാണ് എന്ന്. എന്നെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കും അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വീട്ടുകാരുടെയും മറ്റൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിക്കാഹൊക്കെ കഴിച്ചതാണ്. ഞങ്ങളുടെ മഹല്ലിൽ നിന്ന് ഔദ്യോഗികമായി നിക്കാഹ് കഴിച്ചതല്ല. ഒരു സ്ഥലത്ത് വിവാഹവും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനെതിരെ കേസ് നൽകാനോ അല്ലെങ്കിൽ മഹല്ലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പരാതി നൽകാനോ ഒന്നും കഴിയില്ല എന്ന് ആ സഹോദരി പറയുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രണയിച്ച ഒരു കാലത്ത് പ്രണയം തലക്ക് പിടിച്ചിട്ട് വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. ഇന്നിപ്പോൾ ആ സഹോദരിക്ക് ആ സഹോദരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല എന്നാണ് ആ സഹോദരി പറയുന്നത്. വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാതിരിക്കാനുള്ള കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഉമ്മ തന്നെ ഈ ഒരു സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ ഈ കുട്ടികളുമായി കയറി ചെന്ന് കഴിഞ്ഞാൽ ആ സഹോദരിയുടെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം ഒരു കാലത്ത് ഉമ്മയെയും ഈ സഹോദരിമാരെയും മറ്റുമൊന്നും കേൾക്കാതെ താൻ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോൾ മഹല്ലിൽ, ഏതെങ്കിലും ഒരു മഹല്ലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പരാതി പറയാൻ തനിക്ക് കഴിയില്ല. കാരണം ഒരു മഹല്ലിലും ഔദ്യോഗികമായി ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ മഹല്ലിൽ ഔദ്യോഗികമായി ഇവരെ മഹല്ല് ഇടപെട്ട് വിവാഹം നടത്തിയതല്ല. പിന്നെ സർക്കാർ തലത്തിലൊന്ന് വിവാഹ രജിസ്ട്രേഷനും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഭർത്താവ് തനിക്ക് ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് പരാതി നൽകാനും മറ്റൊന്നും തനിക്ക് കഴിയില്ല എന്നൊക്കെയാണ് ആ ഒരു സഹോദരി പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമാണ്, എൻ്റെ നല്ല പ്രായത്തിൽ പറ്റിയൊരു അബദ്ധം. അന്ന് എനിക്കങ്ങനെ തോന്നി, അയാൾ നല്ല ആളായിട്ട് എനിക്ക് തോന്നി, ഞാനങ്ങനെ ഇറങ്ങിപ്പോയി. പക്ഷെ ഇറങ്ങിപ്പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ക്രൂരമായ മർദ്ദനങ്ങളും അടിയും ചീത്ത പറച്ചിലൊക്കെ തുടങ്ങി. എപ്പോഴും സംശയരോഗമാണ്. ഞാൻ പല ആളുകളോടൊപ്പം കറങ്ങുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് പല ആളുകളും വരുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് എന്നെ എന്നും മർദ്ദിക്കലാണ് ആളുടെ പണി എന്നൊക്കെയാണ് ഈ സഹോദരി പറഞ്ഞത്. അപ്പം ഈ സഹോദരിയും പറയുന്നുണ്ട്, എന്താണ് യാഥാർത്ഥ്യം എന്നൊന്നും അറിയില്ല, ആൾക്കും വേറെ സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്
എന്നൊക്കെ ഈ സഹോദരിയും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രണയത്തിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രണയിക്കുന്നവർക്ക് പരസ്പരം സംശയരോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാലത്ത് ആരുമല്ലാതിരുന്ന എന്നെ നീ സ്നേഹിച്ചില്ലേ, ഇതുപോലെ നിനക്ക് വേറെ ആളെയും സ്നേഹിക്കാമല്ലോ. അന്ന് ഞാനുമായി പല ബന്ധത്തിലും പല റിലേഷനിലും നീ ഏർപ്പെട്ടില്ലേ, ഇതുപോലെ പല ആളുകളായിട്ടും റിലേഷനിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ, നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണത്ര ഇദ്ദേഹം അടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും പ്രണയങ്ങളുടെയൊക്കെ അവസ്ഥ. എല്ലാം ഇങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അറിഞ്ഞിടത്തോളം പല പ്രണയബന്ധങ്ങളിലും പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് അല്ലെങ്കിൽ പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവർക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ധാരാളം കേൾക്കുന്ന അറിയുന്നൊരു സംഭവമാണ്. ഇതിപ്പോൾ ഇന്ന് എന്നോട് ഒരു സഹോദരി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ ഈ ജോലി ചെയ്യുന്ന ഈ പള്ളിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുവന്ന അധികമൊന്നും പ്രായമില്ലാത്ത ഒരു 10-30 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു സഹോദരിയുടെ വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് മാതാപിതാക്കളെയൊക്കെ എതിർത്ത് പ്രണയം വലുതാണ്, ദിവ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലകളിൽ പരിചയപ്പെട്ട ആളുകളോടൊപ്പം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നന്നായി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും വലിയ ചതിയിലകപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം ഒരാളോട് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നത് അയാളെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കിയിട്ടൊന്നും ആവില്ല. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ തന്നോട് വന്നിട്ട് താൻ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, നീ നല്ല കുട്ടിയാണല്ലോ, നീ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി ചില പെൺകുട്ടികൾക്ക് ചില ആളുകളോട് സ്നേഹം തോന്നാൻ. അതല്ലെങ്കിൽ ചില ആളുകളുടെ നല്ല പെരുമാറ്റം കണ്ടാൽ മതി, അതല്ലെങ്കിൽ ചില ആളുകളുടെ സംസാരം കേട്ടാൽ മതി, ചിലപ്പോൾ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഒരാളോട് പ്രേമം തോന്നുന്നത്. ഇന്നത്തെ പല പ്രേമങ്ങളും നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള പ്രണയങ്ങളാണ്. ഇതൊന്നും ആളുകളുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല, അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും ഇങ്ങനെയുള്ള പ്രണയങ്ങൾ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്, വലിയ അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സഹോദരി. നല്ല പ്രായത്തിൽ തൻ്റെ മക്കളുടെ ചിലവിന് വേണ്ടി പള്ളികളിൽ കയറി കൈനീട്ടേണ്ടുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും നല്ലൊരു ജീവിതം അള്ളാഹു ആ സഹോദരിക്ക് നൽകട്ടെ. പ്രണയിക്കുന്നവരൊക്കെ ആലോചിക്കുക, ഇതിങ്ങനെയൊക്കെയാണ് പല പ്രണയങ്ങളും. അസ്സലാമു അലൈക്കും.